എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് AU സ്മോൾ ഫിനാൻസ് ബാങ്ക് നല്ല രീതിയിൽ താഴ്ന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ സമീപകാലത്ത് വന്ന ഹൈ അവിടെ നിന്ന് ഏകദേശം 25% അത് താഴ്ന്നു. അപ്പോൾ ഇനി എന്താണ് അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ? അത് താഴാനായിട്ട് കാരണം പ്രോഫിറ്റ് വിചാരിച്ചത്ര ക്വാർട്ടർ ടു ക്വാർട്ടറിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് NPA അത് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അത് താഴ്ന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് AU സ്മോൾ ഫിനാൻസിൻ്റെ ഫണ്ടമെൻ്റൽ വ്യൂ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മാർക്കറ്റ് ക്യാപ്പ് ഒരു 41,785 കോടിയുടെ സ്റ്റോക്ക് PE 26 കാണുന്നു. ROC 7.39%, ROE 15.4. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. അതിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ പ്രോഫിറ്റ് വന്നിരിക്കും 375 കോടിയുടെ. ഈ 375 കോടി എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ക്വാർട്ടറിൽ, അതായത് ഡിസംബർ 22 ക്വാർട്ടറിൽ 393 കോടിയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു താഴ്ചയാണ് പ്രോഫിറ്റിൽ വന്നത്. അതുകൂടാതെ തൊട്ട് മുന്നിലത്തെ ക്വാർട്ടറിൽ, അതായത് സെപ്റ്റംബർ 23 ക്വാർട്ടറിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവിടെ 402. അപ്പോൾ അവിടെ നിന്നും കുറവാണ്. ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ പ്രോഫിറ്റ് കുറവാണ്. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ എന്ന് വെച്ചാൽ NPA, നെറ്റ് NPA അത് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ഇത് 5.51 ഇവിടെ 0.68 ഉള്ളത്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അത് നല്ല രീതിയിൽ താഴ്ന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 25% നമുക്ക് ചാർട്ടിൽ പോയി നോക്കാം. അപ്പോൾ മനസ്സിലാവുക ചാർട്ട് വയ്യാൽ. അപ്പോൾ ഇതാണ് AU സ്മോൾ ഫിനാൻസിൻ്റെ ചാർട്ട്. നമ്മൾ ഏകദേശം ഇവിടുത്തെ ഹൈ വന്നിരിക്കുന്നത്, ഇവിടെ ഹൈ ഏകദേശം ഒരു 815 ഇവിടുത്തെ ഹൈ. ഇപ്പോൾ നിൽക്കുന്ന റേറ്റ് 625. അപ്പോൾ ഏകദേശം നമ്മൾ നോക്കുമ്പോൾ 190 പോയിൻ്റ് താഴ്ന്നു കുറച്ച് ദിവസങ്ങൾ കൊണ്ട്. അത് പെർസെൻറ്റേജ് വൈസ് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 25%, ഒരു ഏകദേശമായിട്ട് പറയുന്നത് 25% താഴ്ന്നു നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പലർക്കും തോന്നി 25% താഴ്ന്നു നിൽക്കുകയാണല്ലോ, ഒരു ബൈ എൻട്രി എടുത്താലോ എന്ന് പലർക്കും അത് തോന്നും. കാരണം ഇത്രയും താഴ്ന്നു നിൽക്കരുതല്ല. പക്ഷേ അതിൽ ചില കണ്ടീഷൻസ് നമുക്ക് ഉണ്ട്. അത് നമുക്ക് നോക്കാം. ചാർട്ടിൽ ഒന്നും കൂടി ചാർട്ട് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. ചാർട്ട് നമുക്കൊന്ന് ചെറുതാക്കി വെക്കാം. ടൈം പീരീഡ് ഉണ്ട്. ഇതാണ് ചാർട്ട് ചെറുതാക്കി. അപ്പോൾ ചാർട്ട് നമ്മളിപ്പോൾ ചെറുതാക്കി നിൽക്കുമ്പോൾ ഇപ്പോൾ നിൽക്കുന്ന പൊസിഷൻ നമ്മൾ നോക്കിയാൽ കറക്റ്റ് നിൽക്കുന്ന പൊസിഷൻ ഒരു സപ്പോർട്ട് ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയയിലാണ് ഇപ്പോൾ ഇത് ട്രേഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഇത് ബ്രേക്ക് ചെയ്തു എന്ന് പറയാം, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്തിട്ടില്ല എന്നും പറയാം. ഇത് രണ്ട് രീതിയിലും അങ്ങനെ ഒരു ത്രിശങ്കു സ്വർഗത്തിലാണ് നിൽക്കുന്നത്. നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഒരു വലിയൊരു ക്യാൻഡിൽ ഇത് ഇങ്ങനെ നിൽക്കണം, ഇത് താഴെ. പക്ഷെ ഇവിടെ ഒരു ജസ്റ്റ് ഒരു ക്ലോസ് ചെയ്ത് നിൽക്കുന്നു. മറ്റത് ഒരു ലോങ് ലെഗ്ഡ് ക്യാൻഡിലായിട്ട് നിൽക്കുന്നു. അപ്പോൾ അവിടെ ഒരു ത്രിശങ്കു സ്വർഗം എന്നൊക്കെ പറയില്ല. അപ്പോൾ അവിടെ നമ്മളൊരു എന്താ പറയുക, നമുക്ക് എന്ത് തീരുമാനം എടുക്കാനായിട്ട് ഇവിടെ സാധിക്കാത്തൊരു ക്യാൻഡിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു സപ്പോർട്ട്, ഇവിടെ ഈ പൊസിഷനിൽ വന്ന് നിൽക്കുന്നത്. നമുക്ക് ഇത്രയുമാണ് ഒരു ഇൻട്രാഡേ വ്യൂവിൽ നമുക്ക് നിൽക്കുന്നത്. സപ്പോർട്ട്. ഇനി അടുത്ത സപ്പോർട്ട് നമുക്ക് ഇവിടെയാണ് കാണുന്ന സപ്പോർട്ട്. പക്ഷേ നമ്മൾ മറ്റൊരു കണ്ടീഷൻ നമ്മൾ നോക്കാനായിട്ട് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് വീക്കിലി ചാർട്ടിലേക്ക് ഒന്ന് ഇതാണ് ഇപ്പോൾ ഇൻട്രാഡേയിൽ. പക്ഷേ ഇത്രയും വെച്ചിട്ട് നമുക്ക് ഇൻട്രാഡേ വെച്ചിട്ട് ഇവിടെ ഒരു ബൈ എൻട്രി നമുക്ക് എടുത്താൽ എന്തായിരിക്കും സ്ഥിതി എന്ന് പലർക്കും തോന്നാം, ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ. പക്ഷെ നമുക്ക് വീക്കിലി ക്യാൻഡിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം, വീക്കിലി ചാർട്ട്. അപ്പോൾ ഇതാണ് നമ്മളൊരു വീക്കിലി വ്യൂ. അപ്പോൾ നമ്മൾ ഇൻട്രാഡേ ചാർട്ടിൻ്റെ ആ ലൈൻ അവിടെ എടുക്കട്ടെ. നമുക്ക് ആ ലൈൻ നമുക്ക് ആവശ്യം വരും നമുക്ക് നോക്കാം. ഒരു വീക്കിലി വ്യൂവിൽ നോക്കിയാൽ നമുക്കിവിടെ എന്താണ് സാധിക്കുക, എന്താണ് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കുക. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു
ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് വരച്ചു കൊടുക്കും ഇവിടെ ഉണ്ടാ. അപ്പോൾ ആ ട്രെൻഡ് ലൈൻ അവിടെ ഇപ്പോൾ നിൽക്കുന്നത് അത് വീക്കിലി വ്യൂ. അപ്പോൾ ആ ട്രെൻഡ് ലൈൻ മുകളിലും ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ വരച്ചു കൊടുത്താൽ അങ്ങനെ ഉണ്ടാവും. ഇവിടെ മുകളിൽ ഒരു ട്രെൻഡ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ വീക്കിലി വ്യൂ ഒരു ചാനലിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കായിരുന്നു. വേണ്ട, ഒരു ചാനൽ എന്ന് വെച്ചാൽ ഒരു ട്രെൻഡ് ലൈൻ വരച്ച് അതിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട. ഇതിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു വീക്കിലി വ്യൂ. അപ്പോൾ ഇവിടെ ഒരു പൊസിഷനിൽ വന്ന് നിൽക്കുകയാണിത്. ഇനി ഇവിടെ നിന്ന് കയറുമോ അല്ലെങ്കിൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു ടെക്നിക്കൽ റീസൺ മാത്രം വെച്ചിട്ടാണെങ്കിൽ ഒരു താന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റും, ഇവിടെ ഒരു കാൻഡിൽ വന്നാൽ നമുക്ക് യു ടേൺ തിരിയുമെന്ന് പറയാൻ പറ്റും. എങ്ങനെ? നമുക്കൊരു ടെക്നിക്കൽ വ്യൂ മാത്രം വയ്ക്കുമ്പോൾ. പക്ഷേ ഇവിടെ ഒരു ഫണ്ടമെൻ്റൽ ഇഷ്യൂ ഉണ്ട്. കാരണം പ്രോഫിറ്റിൽ ഒരു കുറവ് സംഭവിച്ചു, NPA വർദ്ധിച്ചു. അപ്പോൾ ഒരു ഫണ്ടമെൻ്റൽ ഇഷ്യൂ കൂടി ഇവിടെ വന്നതുകൊണ്ട് അപ്പോൾ ഇവിടെ സാധാരണ ഒരു ടെക്നിക്കൽ കണ്ടീഷൻ വെച്ചിട്ട് ഒരു നമ്മളൊരു ട്രെൻഡ് ലൈനോ സപ്പോർട്ടോ ടച്ച് ചെയ്തിട്ട് യു ടേൺ തിരിഞ്ഞ് കയറുന്ന ആ കയറ്റം ഇവിടെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം ഫണ്ടമെൻ്റൽ വ്യൂ, ഈ ഫണ്ടമെൻ്റൽ വ്യൂ ഒന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ കയറി പോയാനാ. പക്ഷേ ഈ വ്യൂ ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു റിസ്കി ഏരിയ ആണ് ഇവിടെ. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഒരു വീക്കിലി വ്യൂവിൽ ഒരു വലിയൊരു ക്യാൻഡിലും കൂടി ഇവിടെ വന്നിട്ട് താഴേക്ക് ഇവിടെ ഇതുപോലെ ക്ലോസും ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അതൊരു ഡേഞ്ചർ സൈൻ ആയിരിക്കും. അത് വീണ്ടും ഒരു താഴേക്കുള്ള പോക്കായിരിക്കും. ആ താഴേക്ക് പോക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കണ്ട് ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്. ഇവിടെ ഈ സപ്പോർട്ടിൻ്റെ ഏരിയയിൽ വന്ന് നിൽക്കുക. ഈ 558 നല്ലൊരു സപ്പോർട്ട് പോയിൻ്റ് ആയിട്ട് ഇത് ആക്ട് ചെയ്യും. ഇവിടെ വീക്കിലി നമ്മൾ നോക്കുക വേണ്ട, ഇവിടെ ഒരു നല്ല സപ്പോർട്ട് എടുത്തിട്ടാണ് ഇവിടെ കേട്ടോ കുറച്ച് ഒരു 4-5 ദിവസം കൺസോളിഡേഷൻ ചെയ്തിട്ടാണിത് വീക്കിലി നല്ലൊരു അപ്സൈഡ്. അപ്പോൾ ഇവിടെയും നമുക്കൊരു 560 ഈ ഏരിയ. അപ്പോൾ ഒരു 560 ഇത് ബ്രേക്ക് ചെയ്താലും പറയാം 560 നമുക്കൊരു സപ്പോർട്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു എൻട്രി, ചെറിയ രീതിയിലൊരു എൻട്രി അവിടെ നമുക്കൊരു പരിഗണിക്കാവുന്നതാണ്. ഇവിടെ ഒരു ക്രിട്ടിക്കൽ സോൺ ആയതുകൊണ്ട് ഇവിടെ നമുക്കൊന്നും പറയാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഒരു ഈ ഇഷ്യൂ, ഈ പ്രോഫിറ്റിൻ്റെ ഇഷ്യൂ ഇല്ലെങ്കിൽ ഇവിടെ കയറി പോയേനെ. പക്ഷെ പ്രോഫിറ്റിൻ്റെ ഇഷ്യൂ ഇവിടെ എടുക്കുന്നു, ബഡ്ജറ്റ്, അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട് ആണ് ഇവിടെ ഒരു യു ടേൺ തിരിയാൻ സാധ്യത കുറവാണെന്ന് പറയാം. അല്ലെങ്കിൽ നമുക്കൊരു യു ടേൺ കിട്ടുമായിരുന്നു ഇവിടെ. അപ്പോൾ ഇവിടെ നമുക്കൊരു 560 നല്ല സപ്പോർട്ട് വരുമ്പോൾ അവിടെ ഒരു ചെറിയൊരു അത്രയും മേടിക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് പറയുന്നത് അവിടെ നമുക്കൊരു ബൈ എൻട്രി നോക്കാവുന്നതാണ്. കാരണം അപ്പോൾ ഇത്രയും കുറയുമല്ലോ, അവിടെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ കുറഞ്ഞ് കിട്ടുന്ന ഒരു റേറ്റ് ആയിരിക്കും. നമുക്ക് ഇതിൻ്റെ ചാർട്ടിൻ്റെ ഭംഗി ഒന്നും കൂടി കാണാനായിട്ട് മന്ത്ലി വ്യൂ കൂടി നോക്കിയാൽ ഈ ചാർട്ടിൻ്റെ ഒരു അത്യാവശ്യം ഭംഗിയൊന്ന് കാണാണ്. ഇതാണ് മന്ത്ലി ചാർട്ട്. മന്ത്ലി ചാർട്ടിൽ നമ്മൾ നോക്കിയാൽ കണ്ട കൃത്യമായ ചാനൽ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. നമുക്ക് അവിടെ വലുതാക്കി നോക്കണ്ട. അപ്പോൾ നമ്മൾ ആ പോയിന്റ് ഉണ്ട്, ആ കയറി പോയിന്റ് സപ്പോർട്ട് ആയിരിക്കും. അത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനായിരിക്കും 560. കാരണം മന്തിൽ ഒരു വലിയൊരു ക്യാൻഡിൽ, ഗ്രീൻ ക്യാൻഡിൽ വന്ന സ്റ്റാർട്ട് ചെയ്ത ഒരു ഏരിയ ആണത്. അപ്പോൾ അവിടെ നല്ലൊരു സപ്പോർട്ട് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ നമുക്കിത് സാധ്യതയുണ്ട്. അവിടെ നമ്മൾ ഒരു ബൈ എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഈ ക്യാൻഡിലിൻ്റെ അവിടെ ഒരു 514, 520 റേഞ്ചിൽ നല്ല രീതിയിലൊരു സ്റ്റോപ്പ് ലോസ് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഏരിയയിൽ മന്തിലിൽ ഞാൻ പറയുന്നത് ഈ ഏരിയ, കാരണം മന്തിലേ ഇതിൽ പറ്റുള്ളൂ. ഒരു സ്വിംഗ് ട്രേഡിങ് ഒന്നും എനിക്ക് ഇതിലിനി ഒരു അപ്രായോഗികമായിരിക്കും. ഈ ഏരിയ, അതായത് 512, 520 ഏരിയയിൽ ഒരു നല്ലൊരു സപ്പോർട്ട്. ഇവിടെ ഒരു എൻട്രി നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ 510 അല്ലെങ്കിൽ ഒരു 500 റേഞ്ചിൽ, ഒരു സൈക്കോളജിക്കൽ റേഞ്ചാണത്. 510, 500 എന്ന് പറയുന്നത് സൈക്കോളജിക്കുമാണ്. ഈ വലിയ ക്യാൻഡിലിൻ്റെ അവിടെയാണ് ഒരു സപ്പോർട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇത്രയുമാണ് AU സ്മോൾ ഫിനാൻസിലേക്ക് നമ്മളിപ്പോൾ ഇൻട്രാഡേ വെച്ച് നോക്കിയാലും വീക്കിലി വെച്ച് നോക്കിയാലും കാണാൻ പറ്റുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിൻ്റെ വ്യൂ എങ്ങനെയുണ്ടെന്നുള്ളത് ഒന്നും കൂടി നോക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇപ്പോൾ ധൃതി പിടിച്ചാരും
എൻട്രി അത്ര അഭികാമ്യമല്ല. അപ്പോൾ ഇനി കൂടുതൽ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് സംസാരിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ഞാൻ ചാർട്ടിൽ കണ്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.